നമസ്കാരം, മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏതാണ്? വർക്കിംഗ് ക്യാപിറ്റലാണ്. നമുക്കറിയാം, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട 3 ഡിസിഷൻസ് ആണുള്ളത് അല്ലേ? ഏതൊക്കെയായിരുന്നു? ഫിനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. അതിൽ ഫിനാൻസിങ് ഡിസിഷൻ എന്താണ് പഠിക്കുന്നത്? ഏതൊക്കെ സോഴ്സ് ഓഫ് ഫണ്ടിൽ നിന്നാണ് നമ്മൾ ഫണ്ട് കളക്ട് ചെയ്യേണ്ടത് ഇല്ലേ? വിച്ച് ആർ ദ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഫണ്ട്. നമുക്ക് എവിടെ നിന്നൊക്കെ ഫണ്ട് കളക്ട് ചെയ്യാം? ഓണേഴ്സ് ഫണ്ട്, ബോറൗഡ് ഫണ്ട് ഇല്ലേ? അതിൻ്റെ ഒരു നല്ല പ്രൊപ്പോർഷൻ, ആ ഓണേഴ്സ് ഫണ്ടിൻ്റെയും ബോറൗഡ് ഫണ്ടിൻ്റെയും പ്രൊപ്പോർഷനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ തിയറീസ്, അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചു. അതിനുശേഷം രണ്ടാമത്തെ ഡിസിഷൻ എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ് അല്ലേ? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ഹ്യൂജ് ഫണ്ട് നമ്മൾ എവിടെയൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഇല്ലേ? നമുക്ക് കറണ്ട് അസറ്റിലും ഇൻവെസ്റ്റ് ചെയ്യാം, നമുക്ക് ഫിക്സഡ് അസറ്റിലും ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ എന്നും, ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ നമ്മൾ ലോങ് ടേം ഡിസിഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്നുമാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് കയ്യിലുള്ള ഫണ്ട് നമുക്ക് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? നമുക്ക് കറണ്ട് അസറ്റിലും ഇൻവെസ്റ്റ് ചെയ്യാം, നമുക്ക് ഫിക്സഡ് അസറ്റിലും ഇൻവെസ്റ്റ് ചെയ്യാം. കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ. ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ലോങ് ടേം ഡിസിഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന ഏതാണ്? വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, വർക്കിംഗ് ക്യാപിറ്റൽ ഒരു ടേം നമ്മൾ പറഞ്ഞു. എന്താണ്? കറണ്ട് അസറ്റായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ? കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് നോക്കാം. വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഒരു മീനിങ് നമുക്ക് നോക്കാം. Working capital refers to the fund a business uses to manage its day-to-day operations and the money available to cover short-term expenses. ഓക്കെ ആണോ? അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിന് അതിന് ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടുന്ന ഫണ്ടാണ്. ഓക്കെ, അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു ഫണ്ട്. ഒരു ഫണ്ടാണ്. അത് എന്തിനാണ് ഒരു ബിസിനസ്സിന് ആവശ്യം? ഒരു ബിസിനസ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് യൂസ് ചെയ്യുന്നത്? ഇറ്റ്സ് ഡേ ടു ഡേ ഓപ്പറേഷൻസ്. ഓക്കെ, അതിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫണ്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ മണി അവൈലബിൾ ടു കവർ ഷോർട്ട് ടേം എക്സ്പെൻസസ്. ഓക്കെ, ഡേ ടു ഡേ എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ വരും? ഷോർട്ട് ടേം എക്സ്പെൻസസും ഒക്കെ വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ കൂടി നമുക്ക് നോക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ കറണ്ട് ലയബിലിറ്റി. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ കറണ്ട് ലയബിലിറ്റി. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലയബിലിറ്റി ആണോ കൂടി നിൽക്കേണ്ടത്? അല്ല, അവർക്ക് എന്തായിരിക്കണം ഫേവറബിൾ ആയിട്ട് നിൽക്കേണ്ടത്? അസറ്റ് പൊസിഷൻ ആയിരിക്കണം അല്ലേ? അപ്പൊ കറണ്ട് അസറ്റിനെക്കാട്ടിലും കറണ്ട് അസറ്റ് ആയിരിക്കണം ഇതിനെക്കാട്ടിലും കൂടി നിൽക്കേണ്ടത് കറണ്ട് ലയബിലിറ്റിയെക്കാട്ടിലും കൂടി നിൽക്കേണ്ടത്. അതാണ് നമുക്കൊരു ഫേവറബിൾ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പം LJ ഗദ്വാന്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഡിഫൈൻഡ് ആസ് ദ പോർഷൻ ഓഫ് ഫേംസ് കറണ്ട് അസറ്റ് വിച്ച് ആർ ഫിനാൻസ്ഡ് ഫ്രം ലോങ് ടേം ഫണ്ട് അല്ലേ? അതായത് ഈ ലോങ് ടേം ഫണ്ട് നമ്മൾ ഫിനാൻസിങ് ഡിസിഷനിൽ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഫണ്ട്, അതായത് ഡിഫറെൻറ്റ് ഓണേഴ്സ് ഫണ്ടിൽ നിന്നും ബോറൗഡ് ഫണ്ടിൽ നിന്നും ഫണ്ടുകൾ കണ്ടെത്തി. ഇനി നമ്മൾ ഈ ഫണ്ട് എവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യാണ്? കറണ്ട് അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാണ് അല്ലേ? അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറഞ്ഞേക്കുന്നത്? വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ദ പോർഷൻ ഓഫ് ഫേംസ് കറണ്ട് അസറ്റ്, ഫേമിൻ്റെ കറണ്ട് അസറ്റ് ആണ് വിച്ച് ആർ ഫിനാൻസ്ഡ് ഫ്രം ലോങ് ടേം ഫണ്ട്. അത് എവിടെ നിന്നാണ് ഫണ്ട് ചെയ്തേക്കുന്നത്? എവിടെ നിന്നാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്? നമ്മുടെ ലോങ് ടേം ഫണ്ടിൽ നിന്നും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ എന്ത് മാത്രമാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ പോർഷനിൽ പറഞ്ഞത്? വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഒരു മീനിങ് ആണ്. ഓക്കെ, ഒരു ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടുന്ന ഫണ്ടിനെയാണ് എന്തെന്ന് പറയുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടുന്ന ഫണ്ടിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റ് ആയിരിക്കണം എപ്പോഴും നമുക്ക് ഫേവറബിൾ ഏതാണ്? കറണ്ട് അസറ്റ് ആണ്. ഓക്കെ, അതിൻ്റെ ഒരു ഡെഫിനിഷനും നമ്മൾ നോക്കി. ഓക്കെ ആണല്ലോ?
ഇനി നമുക്ക് ഈ വർക്കിംഗ് ക്യാപിറ്റലിന്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓൾറെഡി നമ്മൾ പറഞ്ഞു വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും. ഓക്കെ, കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയുമാണ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ രണ്ട് കമ്പോണൻസ്. ഏതൊക്കെയാണ്? കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും ആണ്. ഓക്കെ, അപ്പൊ 2 മേജർ കമ്പോണൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും. ഓക്കെ, ക്ലിയർ ആണേ? അപ്പൊ കറണ്ട് അസറ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് നോക്കാം. These are assets that can be converted into cash within a year. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അക്കൗണ്ടിങ്ങിലൊക്കെ പഠിക്കുന്നത് എന്താണ് കറണ്ട് അസറ്റ്? നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ അതിന്റെ മെച്യൂരിറ്റി പീരീഡ് എന്തായിരിക്കും? ഷോർട്ട് പീരീഡ് ആയിരിക്കും, വിത്തിൻ എ ഇയർ ആയിരിക്കും, ഇല്ലേ? ദീസ് ആർ അസറ്റ്സ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന അസറ്റുകളാണ് എന്തെന്ന് പറയുന്നത്? കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്, അല്ലേ? നമുക്ക് അസറ്റിനെ പ്രധാനമായിട്ടും കറണ്ട് അസറ്റ് എന്നും ഫിക്സഡ് അസറ്റ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പിന്നെ ടാൻജിബിൾ, ഇൻടാൻജിബിൾ, ഇങ്ങനെ വേറെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. മെയിൻ ക്ലാസിഫിക്കേഷൻ ഏതാണ്? കറണ്ട് അസറ്റും ഫിക്സഡ് അസറ്റും, അല്ലേ? ഇതിൽ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ വിത്തിൻ എ ഇയർ നമുക്കത് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന അസറ്റുകളാണ് കറണ്ട് അസറ്റ്, അല്ലേ? മോർ ദാൻ 1 ഇയർ ആണെങ്കിൽ അതാണ് ഇത് ഫിക്സഡ് അസറ്റ്. നമുക്കറിയാം ലാൻഡ്, ബിൽഡിംഗ്, ഇതൊക്കെ എന്താണ്? ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ, ഇതൊക്കെ എന്താണ്? ഫിക്സഡ് അസറ്റുകളാണ്. ഓക്കെ, നമ്മുടെ ബിസിനസിന്റെ കയ്യിലുള്ള ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, നമ്മുടെ ബിസിനസ്സിലുള്ള ഇൻവെന്ററി, അതായത് സ്റ്റോക്ക്, അതുപോലെ തന്നെ നമുക്ക് കിട്ടാനുള്ള ഡെപ്റ്റേഴ്സ്, ഇല്ലേ? ഇതൊക്കെ എന്താണ്? കറണ്ട് അസറ്റിലും വരുന്നതാണ്. അതുപോലെ തന്നെ ലയബിലിറ്റിയും ഷോർട്ട് ടൈം ലയബിലിറ്റി ഉണ്ട്, ലോങ് ടൈം ലയബിലിറ്റി ഉണ്ട്, ഇല്ലേ? നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകൾ, ഒരു വർഷത്തിനുള്ളിൽ ബിസിനസ് കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളാണ് കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഒരു വർഷത്തിൽ അധികം എടുത്ത് നമ്മൾ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളാണ് ലയബിലിറ്റീസ് ആണ്. ഏത്? ലോങ് ടൈം ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഷോർട്ട് ടൈം ലയബിലിറ്റീസിൽ ഏതൊക്കെ ആയിരിക്കും ഷോർട്ട് ടൈം ലയബിലിറ്റി? നമ്മൾ ക്രെഡിറ്റർ, അല്ലേ? നമ്മൾ കൊടുക്കാനുള്ള ക്രെഡിറ്റേഴ്സ്, ഷോർട്ട് ടൈം ലോൺസ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഒക്കെ ഇതിനകത്ത് വരാം. ലോൺസ് എന്ന് പറയുമ്പം ലെസ് ദാൻ 1 ഇയർ ആണെങ്കിൽ മാത്രമാണ് കറണ്ട് ലയബിലിറ്റിയിൽ വരുന്നത്. ഓക്കെ, ബാങ്ക് ലോൺ, ഇതൊക്കെ ലോങ് ടൈം ആണ്. ക്ലിയർ ആയല്ലോ? അപ്പം നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിന്റെ കമ്പോണൻസിൽ നമുക്ക് ലോങ് ടൈം ഫാക്ടർ വേണ്ട. വർക്കിംഗ് ക്യാപിറ്റലിന്റെ കമ്പോണൻസിൽ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയുമാണ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ രണ്ട് പ്രധാനപ്പെട്ട കമ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഫസ്റ്റ് കമ്പോണന്റ് ഏതാണ്? കറണ്ട് അസറ്റ് ആണ്. നോക്കിയേ, ദീസ് ആർ അസറ്റ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന അസറ്റുകളാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്, അല്ലേ? നമുക്ക് ക്യാഷിനെ നമുക്ക് ക്യാഷ് ആക്കി പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന മറ്റു കാര്യങ്ങളും. ഓക്കെ, ക്യാഷ് ആൻഡ്, അതായത് ഗോൾഡിന്റെ രൂപത്തിലൊക്കെ ഉള്ളതും ഇതിനകത്ത് വരും. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസിനകത്ത് വരും. അക്കൗണ്ട്സ് റിസീവബിൾ, അല്ലേ? നമ്മുടെ കയ്യിലുള്ള ബിൽസ്. ഓക്കെ, നമുക്ക് ഡെപ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് ഫണ്ട്സ്, അതായത് നമ്മുടെ കയ്യിൽ നിന്ന്, നമ്മുടെ ബിസിനസ്സിൽ നിന്ന് കടത്തിന് ഗുഡ്സ് വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് അവിടെ ആര് വരുന്നു? ഡെപ്റ്റേഴ്സ് വരുന്നു, അല്ലേ? ഡെപ്റ്റേഴ്സ് നമുക്ക് ഇങ്ങോട്ട് പൈസ തരാൻ, ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ളവരെയാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അടുത്ത എന്താണ്? അക്കൗണ്ട്സ് റിസീവബിൾ. അടുത്തതാണ് ഇൻവെന്ററി. ഇറ്റ് ഇൻക്ലൂഡ് റോ മെറ്റീരിയൽസ് വരാം, വർക്കിംഗ് പ്രോഗ്രസ് വരാം, അതുപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് വരാം. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഏത്? ഇൻവെന്ററി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റുകൾ, ലെസ് ദാൻ 1 ഇയർ മെച്യൂരിറ്റി ഉള്ള ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റുകൾ. അതുപോലെ തന്നെ നമ്മൾ മുൻകൂട്ടി എന്തെങ്കിലും എക്സ്പെൻസുകൾ, പ്രീപെയ്ഡ് എക്സ്പെൻസുകൾ, ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, പ്രീപെയ്ഡ് എക്സ്പെൻസ് ഒരു കറണ്ട് അസറ്റ് ആണോ കറണ്ട് ലയബിലിറ്റി ആണോ? പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാനുള്ള ഒരു എക്സ്പെൻസ് നമ്മൾ മുൻകൂട്ടി കൊടുത്തു. ഫോർ എക്സാമ്പിൾ, അടുത്ത മാസത്തെ സാലറി നമ്മൾ മുൻകൂട്ടി ഈ മാസമേ കൊടുത്തുവെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് എന്താണ്? ഒരു കറണ്ട് അസറ്റ് ആണ്, അല്ലേ? അപ്പൊ പ്രീപെയ്ഡ് എക്സ്പെൻസ്, അതുപോലെ തന്നെ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. കറണ്ട് അസറ്റിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? കറണ്ട് അസറ്റ്സ് ഇൻക്ലൂഡ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അതുപോലെ തന്നെ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെന്ററി, അതുപോലെ അക്കൗണ്ട്സ് റിസീവബിൾ, ക്യാഷ് ആൻഡ്
ക്യാഷ് ഇക്വലൻസ്. ഓക്കെ, അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിന്റെ കമ്പോണൻസിൽ ഫസ്റ്റ് കമ്പോണന്റ് ആണ് ഏത്? കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. ആ കറണ്ട് അസറ്റിൽ എന്തൊക്കെയാണ് വരുന്നത്? ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് വരുന്നു, അതുപോലെ തന്നെ അക്കൗണ്ട്സ് റിസീവബിൾ, അതുപോലെ ഇൻവെന്ററി, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റി. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത കമ്പോണന്റ് എന്തായിരിക്കും? കറണ്ട് ലയബിലിറ്റി ആണ് അല്ലേ? സെക്കൻഡ് കമ്പോണന്റ് എന്താണ്? കറണ്ട് ലയബിലിറ്റി. അതായത് വിത്തിൻ എ ഇയർ നമ്മൾ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളാണ് ഏത്? കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഒബ്ലിഗേഷൻസ് പേബിൾ വിത്തിൻ 1 ഇയർ. നമ്മൾ 1 ഇയറിനുള്ളിൽ എന്താണ് കൊടുത്തു തീർക്കേണ്ട നമ്മുടെ കടമകൾ, നമ്മുടെ ഒബ്ലിഗേഷൻസ് ആണ് കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റീസിൽ എന്തൊക്കെയാണ് വരുന്നത്? അക്കൗണ്ട്സ് പേബിൾ, നമ്മൾ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മുടെ ക്രെഡിറ്റേഴ്സിന് നമ്മൾ എന്ത് കൊടുക്കണം? ഒരു എമൗണ്ട് കൊടുക്കണം, അതാണ് അക്കൗണ്ട്സ് പേബിൾ. അതുപോലെ തന്നെ ഷോർട്ട് ടേം ലോൺസ്, ഔട്ട്സ്റ്റാൻഡിങ് വേജസ്. ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മാസത്തെ സാലറി നമ്മൾ ഇതുവരെയും കൊടുത്തില്ല, കൊടുക്കാറായിട്ടും നമ്മൾ എന്ത് കൊടുത്തില്ല? ഒരു എക്സ്പെൻസ് കൊടുത്തില്ല, അതാണ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് വേജസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ടാക്സസ്, ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ഇതൊക്കെ എന്തിനകത്ത് വരും? ഇതൊക്കെ എന്തിനകത്താണ് വരുന്നത്? കറണ്ട് ലയബിലിറ്റീസിനകത്താണ് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ ഒരു ബിസിനസ്സിന് ഡേ ടു ഡേ ഫങ്ഷൻസിന് വേണ്ടുന്ന ക്യാപിറ്റലിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ, റിവോൾവിംഗ് ക്യാപിറ്റൽ എന്നൊക്കെ എന്തിനു മറ്റു പേരുകളുണ്ട്? വർക്കിംഗ് ക്യാപിറ്റലിന് പേരുകളുണ്ട്. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ കറണ്ട് ലയബിലിറ്റി. ഓക്കെ, അതുപോലെ നമ്മൾ അതിന്റെ 2 കമ്പോണൻസ് ആണ് പറഞ്ഞത്. ഏതാണ്? കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റിൽ എന്തൊക്കെയാണ്? ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്, അതുപോലെ തന്നെ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ എന്താണ്? കറണ്ട് അസറ്റ് ആണ്. കറണ്ട് ലയബിലിറ്റീസിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, അക്കൗണ്ട്സ് പേബിൾ ഒക്കെ എന്താണ്? കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലും അതിന്റെ മീനിങ്ങും അതിന്റെ 2 കമ്പോണൻസും ആണ് നമ്മൾ എന്ത് ചെയ്തത്? പഠിച്ചത്. ഓക്കെ, നമുക്ക് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നീഡ് എന്താണ്? നമ്മുടെ സിലബസിൽ വർക്കിംഗ് ക്യാപിറ്റൽ അതിന്റെ നീഡും ഇമ്പോർട്ടൻസും പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എന്താണ് നീഡ്? വാട്ട് ആർ ദ നീഡ്സ് ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ? ഒരു ബിസിനസ്സിന് എന്തിനാണ്? വാട്ട് ആർ ദ നീഡ് ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻ എ ബിസിനസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ടു മീറ്റ് ഡേ ടു ഡേ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് അല്ലേ? ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡേ ടു ഡേ ഉള്ള എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനായിട്ട് എന്ത് വേണം? ഡേ ടു ഡേ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനായിട്ട് എന്ത് വേണം? അവരുടെ കയ്യിൽ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫണ്ട് വേണം. ഓക്കെ, ടു മീറ്റ് ഡേ ടു ഡേ എക്സ്പെൻസസ് എ ഫേം നീഡ് അല്ലെങ്കിൽ ബിസിനസ് നീഡ് സഫിഷ്യൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഒരു ബിസിനസ്സിന് അവരുടെ ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ എന്ത് വേണം? സഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ഓക്കെ, ഓക്കെ, ബിസിനസ് നീഡ് ഫണ്ട്സ് ടു പേ. ഒരു ബിസിനസ്സിന് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് അവരുടെ കയ്യിൽ ഫണ്ട്? ടു പേ വേജസ് ആൻഡ് സാലറീസ് അല്ലേ? വേജസും സാലറീസും കൊടുക്കാൻ, അതുപോലെ തന്നെ റെന്റ്, മറ്റ് യൂട്ടിലിറ്റീസ് ഒക്കെ പേ ചെയ്യാൻ, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മീറ്റ് ചെയ്യാൻ, ഓഫീസ് എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ. വിത്തൗട്ട് സഫിഷ്യൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഡെയിലി ഓപ്പറേഷൻസ് വുഡ് ഹോൾഡ് അല്ലേ? അതായത് വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഡേ ടു ഡേ ബിസിനസ്സിന്റെ ആ ഒരു എന്താണ് സ്മൂത്ത് ആയിട്ടുള്ള വർക്കിംഗ് അവിടെ നിന്ന് പോകുന്നു. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ എന്താണ് നമ്മൾ പഠിക്കുന്ന ടോപ്പിക് ഏതാണ്? വാട്ട് ആർ ദ നീഡ് ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ? വാട്ട് ആർ ദ നീഡ് ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ? അതിൽ ഫസ്റ്റ് വൺ എന്താണ്? ടു മീറ്റ് ഡേ ടു ഡേ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓക്കെ, ഡേ ടു ഡേ ഉള്ള വേജസ് പേ ഓഫ് ചെയ്യാനായാലും, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിനായാലും, റെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കും, അതുപോലെ എന്താണ് ഓഫീസ് എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യാനും, ട്രാവലിംഗ് എക്സ്പെൻസ് അങ്ങനെയുള്ള അല്ലറ ചില്ലറ ചിലവുകൾക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് വേണം? ഒരു ബിസിനസ്സിന് സഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ വേണം. സഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഡേ ടു ഡേ ഓപ്പറേഷൻസ് സ്മൂത്ത് ആയിട്ട് പോവുകയുള്ളൂ. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് നീഡ് എന്താണ്? ടു മീറ്റ് ഡേ ടു ഡേ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. സെക്കൻഡ് എന്താണ്? ടു പർച്ചേസ് റോ മെറ്റീരിയൽസ് ആൻഡ് സപ്ലൈസ് അല്ലെ? ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രൊഡക്ഷൻ നല്ലപോലെ നടക്കണമെന്നുണ്ടെങ്കിൽ
പ്രൊഡക്ഷൻ നടക്കുന്ന ഫേമുകളാണ് എന്നുണ്ടെങ്കിൽ, മാനുഫാക്ചറിങ് ഫേമുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് റോ മെറ്റീരിയൽസ് വേണം. ഓക്കെ, അപ്പോൾ ഈ റോ മെറ്റീരിയൽസ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ എൻഷുവേഴ്സ് ദ ഫേം ക്യാൻ ബൈ റോ മെറ്റീരിയൽ, പാക്കിംഗ് മെറ്റീരിയൽ ആൻഡ് കൺസ്യൂമബിൾസ് whenever required, avoiding production delay. ഇല്ലേ, പ്രൊഡക്ഷൻ ഡിലേ ആവാതെ, പ്രൊഡക്ഷനിൽ ഒരു തടസ്സവും വരുത്താതെ പ്രൊഡക്ഷൻ സ്മൂത്തായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് റോ മെറ്റീരിയൽസ് വാങ്ങാൻ പറ്റണം, പാക്കിംഗ് മെറ്റീരിയൽസ്, മറ്റ് കൺസ്യൂമബിൾസ് ഒക്കെ ആവശ്യമുള്ള സമയത്ത് ഒരു തടസ്സവും ഇല്ലാതെ ബിസിനസ്സിന് വാങ്ങണമെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? സഫീഷ്യൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ നീഡ്, ഫസ്റ്റ് നീഡ് എന്തായിരുന്നു? to meet day-to-day operating expenses. അല്ലേ, day-to-day operating expenses മീറ്റ് ചെയ്യാൻ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. സെക്കൻഡ് പോയിന്റ് ആണ് ടു പർച്ചേസ് റോ മെറ്റീരിയൽസ്. റോ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ, സപ്ലൈസ്, മറ്റ് വേണ്ടുന്ന വസ്തുക്കളെല്ലാം വാങ്ങാൻ നമ്മുടെ കയ്യിൽ എന്ത് വേണം? സഫീഷ്യൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ഇതില്ല എന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ അവിടെ എന്തും സ്റ്റോപ്പേജ് ആവും. അങ്ങനെ പ്രൊഡക്ഷൻ നിർത്താതെ പ്രൊഡക്ഷൻ വേണം, അല്ലേ, പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേ ഇരിക്കണം ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പോയിന്റ് ആണ് ടു പർച്ചേസ് റോ മെറ്റീരിയൽസ്. അടുത്താണ് ടു മെയിൻറ്റെയിൻ ഇൻവെൻട്രി ലെവൽ. ഓക്കെ, ടു മെയിൻറ്റെയിൻ ഇൻവെൻട്രി ലെവൽ. നമുക്ക് എന്താണ്, ഒരു ഫോർ എക്സാമ്പിൾ ഒരു കൺസ്യൂമർ വന്ന് നമ്മളോട് ഗുഡ്സ് ആവശ്യപ്പെട്ടാൽ നമ്മുടെ ബിസിനസ്സിൽ അത് ഇല്ലാതെ ഒരു അവസ്ഥ വരരുത്. ഓക്കെ, നമുക്കൊരു മിനിമം സ്റ്റോക്ക് നമ്മുടെ ബിസിനസ്സിൽ എപ്പോഴും കീപ്പ് ചെയ്യണം. ഓക്കെ, നമുക്കൊരു ഇൻവെൻട്രി ലെവൽ കീപ്പ് ചെയ്യണം. ആ ഒരു ഇൻവെൻട്രി ലെവൽ നമുക്ക് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? സഫീഷ്യൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. അപ്പോൾ തേർഡ് പോയിന്റ് എന്താണ്? ടു മെയിൻറ്റെയിൻ ഇൻവെൻട്രി ലെവൽ. ഓക്കെ, business must keep raw material, work in progress and finished good. Adequate working capital helps maintain these inventories to meet customers' demand on time. കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് ആ ഒരു ടൈമിൽ അവർ ആവശ്യപ്പെടുന്ന, അവർ ഡിമാൻഡ് ചെയ്യുന്ന, കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന ടൈമിൽ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കണം? നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നീഡ് എന്തായിരുന്നു? ഡേ ടു ഡേ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. സെക്കൻഡ് എന്താണ്? സെക്കൻഡ് പോയിന്റ് എന്താണ് നമ്മൾ പറഞ്ഞത്? റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഇൻവെൻട്രി ലെവൽ. ഇല്ലേ, നമുക്ക് റോ മെറ്റീരിയൽസ് ആയാലും വർക്കിംഗ് പ്രോഗ്രസ് ആയാലും ഫിനിഷ്ഡ് ഗുഡ്സ് ആയാലും പ്രോപ്പർ ഇൻവെൻട്രി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സഫീഷ്യൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആവശ്യം ഉണ്ട്. ഓക്കെ, ഫോർത്ത് പോയിന്റ് ആണ് ടു സപ്പോർട്ട് ക്രെഡിറ്റ് സെയിൽസ്. ഫോർത്ത് പോയിന്റ് എന്താണ്? ടു സപ്പോർട്ട് ക്രെഡിറ്റ് സെയിൽസ്. നോക്കിയേ, മോസ്റ്റ് ബിസിനസ് സെൽ ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. ഇല്ലേ, ബിസിനസ് കൂടുതലും എന്തിന് ഗുഡ്സ് കൊടുക്കും? ക്രെഡിറ്റ് സെയിൽ നടത്താറുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് നീഡഡ് ടു അലോ കസ്റ്റമർ ക്രെഡിറ്റ് and cover the gap until the cash is collected. This is essential for building sales volume. For example, ഒരു ബിസിനസ് ഹൈ ക്രെഡിറ്റിനെ കൊടുക്കുന്ന, ഹൈ ക്രെഡിറ്റ് സെയിൽസ് നടത്തുന്ന ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ക്യാഷ് ഇനി കൺവേർട്ട് ചെയ്ത് വരണം. ഇല്ലേ, അതായത് അവർ കടത്തിന് കൊടുക്കുവാണ്, ഒരു 3 month പീരീഡിലേക്കായിരിക്കും എന്തിനു കൊടുക്കുന്നത്? നമ്മൾ സാധാരണ ബില്ലിൻ്റെ ഒക്കെ ഒരു കാലാവധി എന്താണ്? 3 months ആണ്. അപ്പോൾ ആ ഒരു പീരീഡിനുള്ളിൽ നമ്മൾ പൈസ കവർ ചെയ്യുന്നിടം വരെ നമ്മുടെ ബിസിനസ് അവിടെ പ്രൊഡക്ഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? അല്ല, പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യണം. അല്ലേ, അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ കയ്യിൽ, കമ്പനിയുടെ കയ്യിൽ, അതായത് ബിസിനസ്സിൻ്റെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. അത് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ. നമ്മൾ കടത്തിന് ഗുഡ്സ് വിറ്റു, പൈസ അത് റിക്കവർ ചെയ്യുന്ന ആ ഒരു പീരീഡ്, അപ്പോൾ ഗുഡ്സ് വിൽക്കുന്നേയും കടത്തിന് ഗുഡ്സ് വിൽക്കുന്നേയും പൈസ റിക്കവർ ചെയ്യുന്ന ആ ഒരു പീരീഡിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ, കമ്പനിയുടെ കയ്യിൽ, ഫേമിൻ്റെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നാലാമത്തെ നീഡ് എന്താണ്? ടു സപ്പോർട്ട് ക്രെഡിറ്റ് സെയിൽ. ക്രെഡിറ്റ് സെയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ, ഫണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് സെയിൽ നടത്താൻ പറ്റില്ല. നമ്മുടെ ഈ സഫീഷ്യൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്രെഡിറ്റ് സെയിലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എന്തായിരുന്നു? ടു മീറ്റ് ഡേ ടു ഡേ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അല്ലേ, സെക്കൻഡ് വൺ എന്താണ്? റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ. തേർഡ് വൺ എന്താണ്? ഇൻവെൻട്രി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ പഠിച്ച ഫോർത്ത് ഏതാണ്? ക്രെഡിറ്റ് സെയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ, ക്രെഡിറ്റ് സെയിൽ സാധ്യമാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദ നീഡ് ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അടുത്ത പോയിന്റ് ആണ്
ടു മീറ്റ് ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻസ്. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഫേമിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻസ് ഉണ്ടാവാറുണ്ട്. ആ ഒരു ഒബ്ലിഗേഷൻസ്, ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? വർക്കിംഗ് ക്യാപിറ്റൽ വേണം, ഇല്ലേ? ക്രെഡിറ്റേഴ്സിന് നമ്മൾ ഓൾറെഡി നമ്മുടെ ബിസിനസ്സിലേക്ക് കടത്തിന് വാങ്ങിച്ച ഗുഡ്സ് കാണും, അവർക്ക് നമുക്ക് പേ ഓഫ് ചെയ്യണം. ഷോർട്ട് ടൈം ലോൺസ്, ടാക്സസ്, മറ്റ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ, അപ്പം ഇതെല്ലാം അല്ലേ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഈ പേയ്മെന്റ് എല്ലാം നടക്കണം, അല്ലേ? പെനാലിറ്റീസ് ഒന്നും വരാതെ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഈ പേയ്മെന്റുകൾ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് ടൈം കോസ്റ്റുകൾ അല്ലെങ്കിൽ ഷോർട്ട് ടൈം എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫേമിന്റെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? സഫിഷ്യന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നീഡ് എന്താണ്? ഫസ്റ്റ് നീഡ് നമ്മൾ പറഞ്ഞേ, ഡേ ടു ഡേ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ, ഡേ ടു ഡേ നീഡിന് വേണ്ടിയിട്ട് ഫേമിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ഇൻവെന്ററി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണം, ഇല്ലേ? റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ വേണം. ക്രെഡിറ്റ് സെയിൽ സാധ്യമാവണമെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണം. അടുത്തയാണ് ഷോർട്ട് ടൈം എക്സ്പെൻസുകൾ, അല്ലേ? ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം? വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ഓക്കെ, അടുത്ത പോയിന്റ് ആണ് ടു മാനേജ് ബിസിനസ് സൈക്കിൾ ആൻഡ് സീസണൽ ഡിമാൻഡ്. ഓക്കെ, ബിസിനസ് സൈക്കിൾ എന്താണ്? നമുക്കറിയാം, ഒരു വേവ് ലൈക്ക് ഫ്ലക്ച്വേഷൻ ആണ്, അല്ലേ? വേവ് ലൈക്ക് ഫ്ലക്ച്വേഷൻ ആണ്. എപ്പോഴും നമ്മുടെ ബിസിനസ്സിൽ ഒരു പീക്ക് പീരീഡ് ആണ് നമുക്ക് പറയാൻ പറ്റുമോ? അല്ല, നമ്മൾ എന്തിലേക്ക് പോവാറുണ്ട്? ട്രഫിലേക്ക് പോകാറുണ്ട്. അതായത് എപ്പോഴും നമുക്ക് സെയിൽസ് കൂടുതലായിരിക്കും നമ്മുടെ ബിസിനസ്സിൽ, അല്ല, നമുക്ക് അതിൽ നിന്നും എന്തുണ്ടാവാറുണ്ട്? ഒരു ഡിക്ലൈൻ ഉണ്ടാവാറുണ്ട്, ഒരു ട്രഫ് സ്റ്റേജ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഒരു ബൂം ഉണ്ടെങ്കിൽ അവിടെ ഒരു ഡിപ്രഷനും ഉണ്ടെന്ന് നമുക്ക് പറയാം. ഒരു ഹയർ സെയിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഹയർ സെയിൽസ് എന്നുള്ള ആ ഒരു സ്റ്റേജ് മാറുന്ന കണ്ടീഷനും നമ്മളെ സംബന്ധിച്ചിടത്തോളം, ബിസിനസ് സംബന്ധിച്ചിടത്തോളം വരാം, ഇല്ലേ? അപ്പം ടു മാനേജ് ബിസിനസ് സൈക്കിൾ, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വന്നാൽ അത് പ്രോപ്പർലി എന്ത് ചെയ്യണം? നമ്മൾ മാനേജ് ചെയ്യണം, ഇല്ലേ? സീസണൽ ഡിമാൻഡുകൾ, ഇപ്പം സ്കൂൾ ഓപ്പണിംഗ് ഒക്കെ ടൈം ആണെന്നുണ്ടെങ്കിൽ ബാഗ്, അംബ്രല്ല, ഇതിൻ്റെയൊക്കെ ഡിമാൻഡ് കൂടുതലായിരിക്കും. അപ്പം അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണം ആ ഒരു സിറ്റുവേഷൻസിൽ. അപ്പോൾ സീസണൽ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാനും ബിസിനസ് സൈക്കിളിൻ്റെ സിറ്റുവേഷൻസ്, അതായത് ഫോർ എക്സാമ്പിൾ ബൂം പീരീഡിൽ സെയിൽസ് കൂടുതലായിരിക്കും, പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ നീഡും എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഓക്കെ, ഇപ്പം ബിസിനസ് സൈക്കിൾ ആൻഡ് സീസണൽ ഡിമാൻഡ്സ്, ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആവശ്യം ഉണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് റൈസ് ഡ്യൂറിങ് പീക്ക് പ്രൊഡക്ഷൻ, അല്ലേ? പ്രൊഡക്ഷൻസ് കൂടുന്ന പീക്ക് പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ നീഡും കൂടുന്നു. ഫെസ്റ്റിവൽ സീസൺസ്, ഓണം സീസണിലൊക്കെ അല്ലേ സെറ്റ് സാരി, അതുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് വെജിറ്റബിൾസ്, അല്ലേ? ഓണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആർട്ടിക്കിൾസിൻ്റെയും പ്രൊഡക്ഷനും സെയിൽസും ഒക്കെ കൂടും. അപ്പോൾ അതിനനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ നീഡും എന്ത് ചെയ്യുന്നു? കൂടുന്നു. സീസണൽ വേരിയേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ എന്ത് വേണം? ഫേമിൻ്റെ കയ്യിൽ എന്ത് വേണം? എക്സസ് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ഓക്കെ ആണോ? അടുത്ത പോയിന്റ് ആണ് ടു ഹാൻഡിൽ അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ്. ഫേമിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും കണ്ടിജൻസി സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻസ് അറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും ആ ഒരു സിറ്റുവേഷൻ അവർക്ക് എന്താണ് തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനും അവരുടെ കയ്യിൽ എന്ത് വേണം? സഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ വേണം. നോക്കിയേ, ടു ഹാൻഡിൽ അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ് ബിസിനസ് മേ ഫേസ് സഡൻ പ്രൈസ് ഇൻക്രീസസ്, മെഷീൻ ബ്രേക്ക് ഡൗൺസ്, എമർജൻസീസ് എക്സെട്ര. വർക്കിംഗ് ക്യാപിറ്റൽ റിസർവ് ഹെൽപ്സ് ടു ടാക്കിൾ അൺഫോർസീൻ സിറ്റുവേഷൻ. ചിലപ്പോൾ എന്തെങ്കിലും മെഷീനറി ബ്രേക്ക് ഡൗൺ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വരാം. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രൈസ്, റോ മെറ്റീരിയൽസിൻ്റെ ഒക്കെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് വരാം. ഈ സിറ്റുവേഷൻസിലൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ആരുടെ കയ്യിൽ? ഫേമിൻ്റെ കയ്യിൽ സഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മൾ നീഡ് ഒന്നും കൂടി നമുക്ക് പറയാം. വാട്ട് ആർ ദ നീഡ്സ് ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ? ഓക്കെ, ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? വാട്ട് ആർ ദ നീഡ് ഫോർ കീപ്പിംഗ് സഫിഷ്യൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ? ഫസ്റ്റ് എന്താണ്? അവരുടെ ഡേ ടു ഡേ എക്സ്പെൻസസ്, ഡേ ടു ഡേ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ സഫിഷ്യൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. സെക്കൻഡ് വൺ, റോ മെറ്റീരിയൽസ്, ഇല്ലേ? റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? പ്രൊഡക്ഷൻ നിൽക്കാതെ, പ്രൊഡക്ഷന് സ്റ്റോപ്പേജ് ഒന്നും വരാതെ സ്മൂത്ത് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ സഫിഷ്യൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. അതുപോലെ തന്നെ അടുത്തത്
ഇൻവെന്ററി ലെവൽ, റോ മെറ്റീരിയൽസ് ആയാലും വർക്കിംഗ് പ്രോഗ്രസ് ആയാലും ഫിനിഷ്ഡ് ഗുഡ്സ് ആയാലും ഇത് മൂന്നും ചേരുന്നതാണ് ഇൻവെന്ററി ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്പർ ഒരു ഇൻവെന്ററി ലെവൽ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് സഫിഷ്യൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. അതുപോലെ തന്നെ ക്രെഡിറ്റ് സെയിൽ, നമ്മുടെ കയ്യിൽ, ഫേമിൻ്റെ കയ്യിൽ, ബിസിനസ്സിൻ്റെ കയ്യിൽ സഫിഷ്യൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗുഡ്സ് ക്രെഡിറ്റിന് കൊടുക്കാനായിട്ട് പറ്റൂ. ക്രെഡിറ്റിന് കൊടുക്കുന്ന ആ ഒരു പീരീഡും ക്യാഷ് റിക്കവർ ചെയ്യുന്ന ഒരു പീരീഡും ഉണ്ട് അല്ലേ? ആ ഒരു ടൈം ഗ്യാപ്പിലേക്ക് നമുക്ക് ഫണ്ട് റിവോൾവ് ചെയ്യണം, ഓക്കെ, ഫണ്ട് സർക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സെയിൽസ് സാധ്യമാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേമിൽ എന്തുണ്ടായിരിക്കണം? പ്രോപ്പർ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ സഫിഷ്യൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. അടുത്തതാണ് ടു മീറ്റ് ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻസ്. ചില ഷോർട്ട് ടൈം പേയ്മെൻറ്റുകൾ അല്ലേ, വേജസ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഷോർട്ട് ടൈം എക്സ്പെൻസുകൾ, ഇതൊക്കെ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലേ, ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സഫിഷ്യൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. അടുത്താണ് ടു മാനേജ് ബിസിനസ് സൈക്കിൾ ആൻഡ് സീസണൽ ഡിമാൻഡ്. പീക്ക് പ്രൊഡക്ഷൻ്റെ ഒക്കെ സമയത്ത് അതിനനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ നീഡ് കൂടും. സീസണൽ ഡിമാൻഡുകൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഫെസ്റ്റിവൽ സീസൺസിലൊക്കെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ നീഡ് കൂടുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് പോയിന്റ് എന്താണ് നമ്മൾ പറഞ്ഞത്? എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവന്റ്സ്, എമർജൻസി സിറ്റുവേഷൻസ്, ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും മെഷീനറി ബ്രേക്ക് ഡൗൺ, ഈ സിറ്റുവേഷനിലൊക്കെ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ നീഡ് കൂടുന്നു. ഓക്കെ, അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? ഒരു ബിസിനസ്സിന് നീഡ്, അവർക്ക് എന്തിന് ആവശ്യമാണ്, വാട്ട് ആർ ദ നീഡ് ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ വർക്കിംഗ് ക്യാപിറ്റൽ? അപ്പോൾ റോ മെറ്റീരിയൽസ് വാങ്ങാനും, ഇൻവെന്ററി ലെവൽ കീപ്പ് ചെയ്യാനും, ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനും ഒക്കെ ഒരു ബിസിനസ്സിന് എന്ത് വേണം? വർക്കിംഗ് ക്യാപിറ്റൽ വേണം. നമ്മൾ നോക്കുന്നത് വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിന്റെ പ്രാധാന്യം എന്താണെന്നാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ക്രൂഷ്യൽ not just for survival but also for growth and profitability. Okay, നമ്മൾ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടി മാത്രമല്ല നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിന്റെ മീനിങ്ങിലും പറയുന്നുണ്ട് എന്താണ്? ഡേ ടു ഡേ ഓപ്പറേഷൻസ് മീറ്റ് ചെയ്യാനാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഒരു ഡീപ്പായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്തിനു വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്കൊരു സർവൈവലിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ബിസിനസ്സിന്റെ ഗ്രോത്തിനും എക്സ്പാൻഷനും ഒക്കെ എന്ത് വേണം? നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിലേ പറ്റൂ. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഫോർ സർവൈവൽ ബട്ട് ഓൾസോ ഫോർ ഗ്രോത്ത് ആൻഡ് പ്രോഫിറ്റബിലിറ്റി. നമുക്ക് നമ്മുടെ ഫേമിൻ്റെ ഗ്രോത്തും പ്രോഫിറ്റബിലിറ്റിക്കും ഒക്കെ നമുക്ക് എന്ത് വേണം? സഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ വേണം. അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, എൻഷുർ സ്മൂത്ത് ബിസിനസ് ഓപ്പറേഷൻസ്. വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട് എങ്കിൽ പിന്നെ നമുക്ക് അവിടെ ഒരു എന്താണ് തടസ്സം വരുന്നില്ല. ബിസിനസ് ഓപ്പറേഷൻസ് അല്ലെ ബിസിനസ് ഫങ്ഷൻസ് സ്റ്റോപ്പേജ് വരുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? സ്മൂത്ത് ആയിട്ട് നടക്കുന്നു. ഓക്കെ, ഫോർ സ്മൂത്ത് ബിസിനസ് ഓപ്പറേഷൻസ് നമുക്ക് എന്ത് വേണം? വർക്കിംഗ് ക്യാപിറ്റൽ വേണം. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്? സ്മൂത്ത് വർക്കിംഗ് ഓപ്പറേഷൻ എൻഷുർ ചെയ്യുന്നെന്ന് പറയാം. ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അവോയ്ഡ് പ്രൊഡക്ഷൻ സ്റ്റോപ്പേജ്, ഡിലേസ് ഇൻ സപ്ലൈ, cash shortage, etc. It helps the organization to function efficiently. പ്രോപ്പർ ആയിട്ടുള്ള സഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട് എങ്കിൽ എന്ത് അവോയ്ഡ് ചെയ്യാം? പ്രൊഡക്ഷൻ സ്റ്റോപ്പേജ് അവോയ്ഡ് ചെയ്യാം, സപ്ലൈസിൽ ഉണ്ടാവുന്ന ഡിലേസ് ഒക്കെ അവോയ്ഡ് ചെയ്യാം, ക്യാഷ് ഷോർട്ടേജുകളൊക്കെ അവോയ്ഡ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷന് എഫിഷ്യൻ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ കയ്യിൽ ഫണ്ടുണ്ട്, അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ നിർത്തേണ്ട ആവശ്യം വരുന്നില്ല. എന്തെങ്കിലും സപ്ലൈസിലൊക്കെ ഒരു ഡിലേയും വരുന്നില്ല, ക്യാഷ് പേയ്മെൻറ്റ്സുകൾ ഡിലേ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ഉറപ്പ് വരുത്താം? ബിസിനസ് ഓപ്പറേഷന് സ്മൂത്ത് ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് വേണം. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ആണ് ഇംപ്രൂവ്സ് ലിക്വിഡിറ്റി ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത്. എന്താണ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ? നമ്മളുടെ ഫേമിനെ സംബന്ധിച്ചിടത്തോളം ലിക്വിഡ് ക്യാഷ് ഇല്ലേ, നമുക്ക് ലിക്വിഡിറ്റി കൂടുതലാണെന്ന് പറഞ്ഞാൽ ഈസിലി കൺവേർട്ടബിൾ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന കറണ്ട് അസറ്റുകൾ നമുക്ക് കൂടുതലായിരിക്കും ഇല്ലേ. നോക്കിയേ, സ്ട്രോങ് വർക്കിംഗ് ക്യാപിറ്റൽ എൻഷുവേഴ്സ് എബിലിറ്റി ടു മീറ്റ് ഷോർട്ട് ടൈം ഡെറ്റ്, ഗുഡ് ലിക്വിഡിറ്റി പൊസിഷൻ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ആൻഡ് ദിസ് ഓൾ റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഇൻസോൾവൻസി. ഒരു ഫേം ആഡിക്വേറ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഉള്ള ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഷോർട്ട് ടൈം ലയബിലിറ്റീസ്,
ഷോർട്ട് ടൈം ഡെറ്റ്സ് ഒക്കെ പ്രോപ്പർ ടൈമിൽ മീറ്റ് ചെയ്യാൻ പറ്റുന്നു, ലിക്വിഡിറ്റി പൊസിഷൻ മീറ്റ് ചെയ്യാൻ പറ്റുന്നു, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യാൻ പറ്റുന്നു. എന്തിന്റെ റിസ്ക് കുറയ്ക്കുന്നു? ഇൻസോൾവൻസി റിസ്കുകൾ അവർക്ക് ഉണ്ടാവുന്നില്ല. ഓക്കെ, ദിസ് ഓൾ റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഇൻസോൾവൻസി. റിസ്ക് ഓഫ് ഇൻസോൾവൻസി കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണേ? അപ്പം ഫസ്റ്റ് ഇമ്പോർട്ടൻസിലെ ഫസ്റ്റ് പോയിന്റ് എന്താണ് പറഞ്ഞത്? സ്മൂത്ത് വർക്കിംഗ് എൻഷുർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, സ്മൂത്ത് ഓപ്പറേഷൻസ് എൻഷുർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. രണ്ടാമത്തത്, വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട് എങ്കിൽ നമുക്ക് പിന്നെ അവിടെ പ്രൊഡക്ഷൻ സ്റ്റോപ്പേജ് ഒന്നും വരുന്നില്ല. ലിക്വിഡിറ്റി പൊസിഷൻ, ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇതൊക്കെ ഉറപ്പു നൽകുന്നു. അടുത്തയാണ് എൻഹാൻസ് പ്രോഫിറ്റബിലിറ്റി. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ആണ് എൻഹാൻസ് പ്രോഫിറ്റബിലിറ്റി എന്നുള്ളത്. എഫിഷ്യന്റ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് റെഡ്യൂസസ് ഇൻട്രസ്റ്റ് കോസ്റ്റ്, മിനിമൈസ് വേസ്റ്റ് ആൻഡ് സ്റ്റോറേജ് എക്സ്പെൻസസ്, improves operational efficiency and this all increases the profit. അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഒരു ബിസിനസ്സിൽ ഉണ്ട് എങ്കിൽ എന്താണ്, മറ്റ് അനാവശ്യമായിട്ടുള്ള ഇൻട്രസ്റ്റ് കോസ്റ്റുകളൊക്കെ, മറ്റ് അനാവശ്യമായിട്ടുള്ള പേയ്മെന്റുകളും കോസ്റ്റുകളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കാം. നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, അപ്പൊ നമുക്ക് എവിടെ നിന്നും ബോറോ ചെയ്യേണ്ട ആവശ്യമില്ല. വർക്കിംഗ് ക്യാപിറ്റൽ നീഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എവിടെ നിന്നും കടമെടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പം ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കാം. വേസ്റ്റേജുകൾ കുറയ്ക്കാം, സ്റ്റോറേജ് എക്സ്പെൻസുകളൊക്കെ കുറയ്ക്കാം. അതുവഴി നമുക്ക് ഓപ്പറേഷണൽ എഫിഷ്യൻസി എന്ത് ചെയ്യാൻ പറ്റുന്നു? ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നു. ഇതെല്ലാം എന്തിലേക്ക് നയിക്കുന്നു? നമ്മുടെ പ്രോഫിറ്റബിലിറ്റി കൂട്ടാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, അപ്പം ഇംപ്രൂവ്സ് പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ എൻഹാൻസ് ദ പ്രോഫിറ്റബിലിറ്റി പൊസിഷൻ. അൺനെസസറി ആയിട്ടുള്ള പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, ഫേവറബിൾ മൂവ്മെന്റ്സ് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി, ലിക്വിഡിറ്റി പൊസിഷനും എന്ത് ചെയ്യുന്നു? എൻഹാൻസ് ചെയ്യുന്നു. അടുത്താണ് ബിൽസ് ഗുഡ് വിൽ ആൻഡ് ക്രെഡിറ്റ് വർത്തിനെസ്. സഫിഷ്യന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, സ്മൂത്ത് ആയിട്ടാണ് ബിസിനസ് ഓപ്പറേഷൻസ് എല്ലാം മുന്നോട്ട് പോകുന്നത്. ഷോർട്ട് ടൈം ഡെറ്റ് ഒബ്ലിഗേഷൻ ഒക്കെ നമ്മൾ കറക്റ്റ് ടൈമിൽ എന്ത് ചെയ്യുന്നു? മീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഉണ്ട് എങ്കിൽ നമ്മുടെ ഫേമിന്റെ ഗുഡ് വിൽ എങ്ങനെ ആയിരിക്കും? ഗുഡ് വിൽ ഇൻക്രീസ് ചെയ്യുന്നു അല്ലെ, എൻഹാൻസ് ചെയ്യുന്നു ഇല്ലേ? ആൻഡ് ക്രെഡിറ്റ് വർത്തിനെസ്, നമുക്ക് നമ്മുടെ ഒരു ഫേമിന്റെ റെപ്യൂട്ടേഷൻ അല്ലെ ക്രെഡിറ്റ് വർത്തിനെസ് ഒക്കെ എന്ത് ചെയ്യുന്നു? എൻഹാൻസ് ചെയ്യുന്നു. പിന്നെ ബിസിനസ് പേസ് ക്രെഡിറ്റേഴ്സ് ഓൺ ടൈം ടു ഗെയിൻ ട്രസ്റ്റ്, ക്യാൻ നെഗോഷിയേറ്റ് ബെറ്റർ ക്രെഡിറ്റ് ടേംസ്, ഇംപ്രൂവ്സ് റിലേഷൻഷിപ്പ് വിത്ത് സപ്ലയേഴ്സ് ആൻഡ് ബാങ്ക്സ്. നമുക്ക് കിട്ടുന്ന ഒരു പേയ്മെന്റ്, നമുക്ക് കൊടുക്കാനുള്ള ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ആ കടം തരുന്നവരുമായിട്ടുള്ള അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിൽ നമ്മൾ പേ ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അതുവഴി നമ്മുടെ ഫേമിന്റെ ഗുഡ് വില്ല് നമുക്ക് ഇൻക്രീസ് ചെയ്യാം, ക്രെഡിറ്റ് വർത്തിനെസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഹെൽപ്സ് ഇൻ ബിസിനസ് എക്സ്പാൻഷൻ അല്ലേ? പ്രോപ്പർ സഫിഷ്യന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉണ്ട്, പ്രോഫിറ്റബിലിറ്റി ഉണ്ട് എങ്കിൽ നമുക്ക് അത് എന്തിലേക്ക് നയിക്കുന്നു? നമ്മുടെ ബിസിനസ് എക്സ്പാൻഷൻ സ്റ്റേജിലേക്ക് നയിക്കുന്നു. ഓക്കെ, ഇഫ് എ ഫേം ഹാസ് സർപ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ ഇറ്റ് ക്യാൻ ഇൻക്രീസ് പ്രൊഡക്ഷൻ, എൻറ്റർ ന്യൂ മാർക്കറ്റ്സ് ആൻഡ് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, നമുക്ക് മീറ്റ് ചെയ്ത് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് നീഡ്സ് ഒക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ട് എങ്കിൽ നമുക്ക് പുതിയ പുതിയ അവന്യൂസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ന്യൂ മാർക്കറ്റ്സിലേക്ക് എൻട്രി ചെയ്യാം, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ഒന്നിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്, വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. എൻഷുവേഴ്സ് എബിലിറ്റി ടു ഹാൻഡിൽ റിസ്ക്. ഓക്കെ, റിസ്ക് ഒക്കെ ഫേസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നു. നമുക്ക് ഓൾറെഡി നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് സഫിഷ്യൻ്റ് ആണ് എങ്കിൽ നമുക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ മൂലം നമുക്ക് എമർജ് ചെയ്യുന്ന റിസ്കുകളൊക്കെ ഫേസ് ചെയ്യാനായിട്ട് പറ്റും. ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആക്ട് ആസ് എ സേഫ്റ്റി ക്യുഷൻ ടു ഫേസ് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ, എക്കണോമിക് ഡൗൺ ടേൺസ്, അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസസ്. ഓക്കെ, എന്തെങ്കിലും സീസണൽ ഫ്ലക്ച്വേഷൻസോ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസോ ഒക്കെ വരുന്ന സമയത്ത് സഫിഷ്യന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട് എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഫേമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ ഈ ഒരു സ്റ്റേജിൽ ഇമ്പോർട്ടൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ,
സപ്പോർട്ട് കണ്ടിന്യൂസ് സപ്ലൈ ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. സഫിഷ്യന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഡിലേ വരുന്നില്ല, പ്രൊഡക്ഷൻ ഡിലേ വരുന്നില്ല, റോ മെറ്റീരിയൽസിന്റെ ലഭ്യത കുറവ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ പ്രൊഡക്ഷൻ സ്റ്റോപ്പേജ് വരുന്നില്ല, കണ്ടിന്യൂസ് സപ്ലൈയും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും കൂടുന്നു. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടൻസ് നമുക്കൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യാം എന്തൊക്കെയായിരുന്നു എന്ന്. ഇമ്പോർട്ടൻസ്, വർക്കിംഗ് ക്യാപിറ്റലിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? നമുക്ക് സ്മൂത്ത് ബിസിനസ് ഓപ്പറേഷന് സഹായിക്കുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് പോയിന്റ് എന്താണ്? ലിക്വിഡിറ്റി പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ പ്രോഫിറ്റബിലിറ്റി, ലിക്വിഡിറ്റിയും പ്രോഫിറ്റബിലിറ്റിയും ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അതുപോലെ ഗുഡ് വില്ലും ക്രെഡിറ്റ് വർത്തിനെസ്സും ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ ബിസിനസ് എക്സ്പാൻഷൻ, ബിസിനസിന്റെ ഫ്യൂച്ചർ ഗ്രോത്ത്, ഫ്യൂച്ചർ എക്സ്പാൻഷന്, മോഡേണൈസേഷൻ ഒക്കെ സഹായിക്കുന്നു. അതുപോലെ എന്തെങ്കിലും റിസ്കുകൾ, അൺഎക്സ്പെക്റ്റഡ് ഇവന്റ്സ് ഒക്കെ വരുവാണെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. കണ്ടിന്യൂസ് സപ്ലൈ ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, അപ്പൊ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഡെഫിനിഷൻ, വർക്കിംഗ് ക്യാപിറ്റലിന്റെ രണ്ട് കമ്പോണൻസ് ഏതൊക്കെയായിരുന്നു? കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും. അതിനകത്ത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് വരുന്നത്? അതുപോലെ തന്നെ വാട്ട് ആർ ദ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇത്രയൊന്ന് നമുക്ക് ബ്രീഫ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ടൈപ്സിലേക്ക് പോവാം. നമുക്ക് എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ? ഒരു ബിസിനസ്സിന് അവരുടെ ഡേ ടു ഡേ വർക്കിങ്ങിന് വേണ്ടുന്ന ക്യാപിറ്റലാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ കറണ്ട് ലയബിലിറ്റി. ഓക്കെ, അതുപോലെ തന്നെ രണ്ട് കമ്പോണൻസ് ആണ് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി. അതിനകത്ത് വരുന്ന ഫാക്ടേഴ്സ് ഒക്കെ അറിയാം. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് എന്താണ്? വർക്കിംഗ് ക്യാപിറ്റലിന്റെ സ്മൂത്ത് ആയി ഡേ ടു ഡേ ഓപ്പറേഷൻസ് നടക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. പ്രൊഡക്ഷൻ നിൽക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ഷൻ ഒരു ബിസിനസ് നടക്കണമെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണം. റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ഇൻവെന്ററി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണം, അല്ലേ? ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? നമ്മുടെ ബിസിനസ്സിന് ഗ്രോത്ത്, എക്സ്പാൻഷൻ, ഇല്ലേ, സീസണൽ ഡിമാൻഡ്സ് ഒക്കെ മീറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഈ ഒരു ഫാക്ടേഴ്സിനൊക്കെ നമുക്ക് എന്ത് വേണം? സഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ വേണം. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ പഠിക്കുന്നത് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ക്ലാസിഫിക്കേഷൻ, ഓക്കെ, അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിന്റെ കോൺസെപ്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചാലും ടൈപ്സ് ചോദിച്ചാലും ഉള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. According to the needs of business, the working capital may be classified into two. വർക്കിംഗ് ക്യാപിറ്റലിനെ നമുക്ക് പ്രധാനമായിട്ടും എത്ര ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റലിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. on the basis of periodicity and on the basis of concept. Okay, working capital ne നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. on the basis of periodicity യും on the basis of concept യും. അതിൽ ഫസ്റ്റ് വൺ, on the basis of periodicity നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിനെ എത്ര ആയിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്ന് നോക്കാം. The requirements of working capital are continuous. More working capital is required in a particular season or the peak period of business activity. Okay, working capital ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ ഒരു മന്തിലാണ് നമുക്ക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടത്, അടുത്ത മാസം വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വർക്കിംഗ് ക്യാപിറ്റൽ നീഡ് കണ്ടിന്യൂസ് ആണ്. നമ്മുടെ ഡിമാൻഡിനനുസരിച്ച്, പ്രോഡക്റ്റ് ഡിമാൻഡിനനുസരിച്ച്, സീസണൽ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ നീഡും കൂടിക്കൊണ്ടും കുറഞ്ഞുകൊണ്ടും ഇരിക്കും, ഇല്ലേ? അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളത് കണ്ടിന്യൂസ് ആണ്. നമ്മുടെ ബിസിനസ് പീക്ക് പീരീഡ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റി ഹൈയിലാണ് എങ്കിൽ നമ്മുടെ നീഡ്, വർക്കിംഗ് ക്യാപിറ്റലിന്റെ നീഡ് കൂടിക്കൊണ്ടേയിരിക്കും, ഇല്ലേ? ഓൺ ദ ബേസിസ് ഓഫ് പീരിയോഡിസിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ പീരിയോഡിസിറ്റിയുടെ അണ്ടറിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിനെ എത്രയായിട്ട് തിരിക്കാം? രണ്ടായിട്ട്, പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്നും. ഓക്കെ, അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിനെ നമുക്ക് പ്രധാനമായിട്ടും ഓൺ ദ ബേസിസ് ഓഫ് പീരിയോഡിസിറ്റി ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് കോൺസെപ്റ്റ് രണ്ടായിട്ട് തിരിക്കാം. ഈ പീരിയോഡിസിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തിരിക്കാം, പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലും വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലും. ഓക്കെ, പീരിയോഡിസിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിനെ രണ്ടായിട്ട് തിരിക്കാം. എന്താണ്?
പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും അതുപോലെ തന്നെ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്നും. ഇതിൽ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്നാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ദിസ് ടൈപ്പ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് നോൺ ആസ് ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ മറ്റൊരു പേര് എന്താണ്? ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ്. ഓക്കെ, പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ മറ്റൊരു പേരാണ് ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്തായിരിക്കും പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ? ഒരു ബിസിനസ്സിന് ലോങ് ടൈമിലേക്ക് ഫിക്സഡ് ആയിട്ട് വേണ്ടുന്ന ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ ആണ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, permanent working capital means the part of working capital which is permanently locked up in the current asset to carry out the business smoothly. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ the excess of current asset over current liability ആണ് നമുക്കറിയാം. അപ്പോൾ ഈ കറണ്ട് അസറ്റിൽ പെർമനന്റ് ആയിട്ടുള്ള നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്, പെർമനന്റ് ആയിട്ട് അത്രയും കറണ്ട് അസറ്റ് നമുക്ക് എപ്പോഴും കീപ്പ് ചെയ്യണം. ഓക്കെ, the portion of capital locked up permanently in the current asset. ഓക്കെ, കറണ്ട് അസറ്റിൽ പെർമനന്റ്ലി നിലനിൽക്കുന്ന ആ പോർഷൻ ഓഫ് ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അതിന്റെ മറ്റൊരു പേരാണ് ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ. The minimum amount of current asset which is required to conduct the business smoothly during the year is called permanent working capital. Okay, കറണ്ട് അസറ്റിന്റെ ഒരു പോർഷൻ നമുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തേ വെക്കൂ. അതിൽ കുറയാൻ പാടില്ല നമ്മുടെ കറണ്ട് അസറ്റിന്റെ ലെവൽ. ഓക്കെ, ദ മിനിമം എമൗണ്ട് ഓഫ് കറണ്ട് അസറ്റ് വിച്ച് ഈസ് റിക്വയർഡ് ടു കണ്ടക്ട് ദ ബിസിനസ് സ്മൂത്ത്ലി. ബിസിനസ് യാതൊരു തടസ്സവും ഇല്ലാതെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കീപ്പ് ചെയ്യേണ്ട മിനിമം എമൗണ്ട് ഓഫ് കറണ്ട് അസറ്റിലുള്ള ഇൻവെസ്റ്റ്മെന്റിനെയാണ് എന്തെന്ന് പറയുന്നത്? പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അത്രയും നമുക്ക് എപ്പോഴും വേണം. ഏത് മന്തായാലും എങ്ങനെയൊക്കെ പ്രൊഡക്ഷൻ നടന്നാലും എന്തൊക്കെ സീസണൽ ഫ്ലക്ച്വേഷൻ വന്നാലും നമുക്ക് പെർമനന്റ് ആയിട്ട് നമ്മുടെ ബിസിനസ്സിൽ അത്രയും ആ ഒരു കറണ്ട് അസറ്റ് നമ്മൾ കീപ്പ് ചെയ്യുന്നു. ആ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ നമുക്ക് എന്തെന്ന് പറയാം? ആ വേണ്ടുന്ന ഒരു വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് എന്തെന്ന് പറയാം? പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. ഓക്കെ, അപ്പം ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലില് പീരിയോഡിസിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിനെ എത്ര ആയിട്ട് തിരിക്കാം? രണ്ടായിട്ട്. പീരിയോഡിസിറ്റിയുടെ അടിസ്ഥാനത്തിൽ വർക്കിംഗ് ക്യാപിറ്റലിനെ രണ്ടായിട്ട് തിരിക്കാം. പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്നും. അതിൽ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ് എന്താണ്? പെർമനന്റ്ലി ലോക്ക്ഡ് അപ്പ് ഇൻ ദ കറണ്ട് അസറ്റ്. ഓക്കെ, അതിനെയാണ് നമ്മൾ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇൻവെസ്റ്റ്മെന്റ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ മിനിമം സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഓർ ടു ക്യാഷ് ബാലൻസ്. ഓക്കെ, നമ്മുടെ ബിസിനസ്സിൽ എപ്പോഴും നമ്മൾ ഒരു മിനിമം സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് കീപ്പ് ചെയ്യണം അല്ലേ? അതിനെ നമുക്ക് എന്തെന്ന് പറയാം? പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. ദ എമൗണ്ട് ഓഫ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൈസ് ആൻഡ് ഗ്രോത്ത് ഓഫ് ദ കമ്പനി. ഓക്കെ, ലാർജ് സൈസ് ബിസിനസ് അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ് ഒക്കെ നടത്തുന്ന ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ലെവൽ ഓഫ് എന്താണ്? പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലും എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൈസ് ആൻഡ് ഗ്രോത്ത് ഓഫ് ദ കമ്പനി അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ നീഡ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ ക്യാൻ ഫർദർ ഡിവൈഡഡ് ഇൻടു 2. അത് ഏതൊക്കെയാണ്? ഈ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ എന്നും റിസർവ് മാർജിൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്നും. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ തിരിഞ്ഞു പോവരുത്. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ടൈപ്പാണ് നമ്മൾ പഠിക്കുന്നത്. വർക്കിംഗ് ക്യാപിറ്റലിനെ നമുക്ക് പീരിയോഡിസിറ്റിയുടെ അടിസ്ഥാനത്തിലും കോൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലും തിരിക്കാം. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. വർക്കിംഗ് ക്യാപിറ്റലിനെ നമുക്ക് പീരിയോഡിസിറ്റിയുടെ അടിസ്ഥാനത്തിലും കോൺസെപ്റ്റിന്റെ അടിസ്ഥാനം തിരിക്കാം. കോൺസെപ്റ്റ് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഏതാണ്? പീരിയോഡിസിറ്റി നോക്കാം. പീരിയോഡിസിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്നും തിരിക്കാം. ഓക്കെ, പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്നും തിരിക്കാം. അതിൽ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. പെർമനന്റ്ലി നമ്മൾ റോ മെറ്റീരിയൽസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കറണ്ട് അസറ്റിൽ നമ്മൾ നടത്തുന്ന നമുക്ക് വേണ്ടുന്ന ക്യാപിറ്റൽ ആണ് എന്ത്? പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഈ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? റെഗുലർ വർക്കിംഗ് ക്യാപിറ്റലും റിസർവ് മാർജിൻ വർക്കിംഗ് ക്യാപിറ്റലും. റെഗുലർ വർക്കിംഗ് ക്യാപിറ്റലും റിസർവ് മാർജിൻ വർക്കിംഗ് ക്യാപിറ്റലും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിനെ രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്യാം.
on the basis of periodicity and on the basis of concept. പീരിയോഡിസിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്നും രണ്ടായിട്ട് തിരിക്കാം. അതിൽ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിനെ വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ എന്നും റിസർവ് മാർജിൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്നും. ഓക്കെ, അതിൽ എന്താണ് പെർമനന്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ക്യാപിറ്റൽ ആണ്. കറണ്ട് അസറ്റിൽ നമ്മൾ എപ്പോഴും നടത്തേണ്ട അല്ലേ, ഏത് സീസൺ ഡിമാൻഡ് വന്നാലും എപ്പോഴും നമുക്ക് വേണ്ടുന്ന മിനിമം എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മിനിമം എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ കറണ്ട് അസറ്റ് ആണ് എന്ത് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അതിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റലും റിസർവ് മാർജിൻ വർക്കിംഗ് ക്യാപിറ്റലും. അപ്പൊ എന്താണ് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ? മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ടു കീപ് ദ പ്രൈമറി സർക്കുലേഷൻ. Some amount of cash is necessary for the payment of wages, salary, etc. എപ്പോഴും നമുക്ക് റെഗുലർ ആയിട്ട് സ്ഥിരമായിട്ട് നമ്മുടെ ബിസിനസ്സിൽ വേണ്ടുന്ന റെന്റ് കൊടുക്കാൻ, സാലറി കൊടുക്കാൻ, വേജസ് കൊടുക്കാൻ റെഗുലർ ആയിട്ട് വേണ്ടുന്ന ക്യാപിറ്റലാണ് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റെഗുലർ ആയിട്ടുള്ള കുറേ പേയ്മെന്റുകളും കാര്യങ്ങളും ഒക്കെ കാണും ഇല്ലേ. സ്ഥിരം നടത്തുന്ന റെഗുലർ പേയ്മെന്റുകൾ കാണും, റെക്കറിംഗ് ആയിട്ടുള്ള പേയ്മെന്റുകളാണ്. അപ്പൊ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ആണ് ഏത്? റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ. അടുത്ത എന്താണ്? റിസർവ് മാർജിൻ വർക്കിംഗ് ക്യാപിറ്റൽ. റിസർവ് മാർജിൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും എമർജൻസി കണ്ടിജൻസി സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ വേണ്ടുന്നതാണ്. നോക്കിയേ, അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ മേ ഓൾസോ ബി റിക്വയർഡ് ഫോർ കണ്ടിജൻസീസ് ദാറ്റ് മേ അറൈസ് എനി ടൈം. അല്ലേ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വരാം, കണ്ടിജൻസി സിറ്റുവേഷൻസ് വരാം. ഇപ്പം മെഷീൻസിൽ എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ സംഭവിക്കാം അല്ലേ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നിന്ന് പോകുന്ന ഒരു സ്റ്റേജിലേക്ക് വരാം. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ആ കണ്ടിജൻസി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ എമർജൻസി സിറ്റുവേഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിസിനസ്സിൽ വേണ്ടുന്ന ക്യാപിറ്റലാണ് ഏത്? റിസർവ് മാർജിൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, this reserve working capital is the excess of capital over the needs of regular working capital is kept aside as reserve for contingency such as strike, business depression, etc. Okay, അപ്പോൾ ഈ റെഗുലർ വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്ന് തന്നെ നമ്മൾ റിസർവ് ആയിട്ട് വെക്കുന്നു. റെഗുലർ വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്ന് തന്നെ ഒരു എമൗണ്ട് എന്തെങ്കിലും കണ്ടിജൻസീസ് വന്നാൽ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു റിസർവ് ആയിട്ട് വെക്കുന്നു. എന്തെങ്കിലും സ്ട്രൈക്കോ എന്തെങ്കിലും ബിസിനസ് ഡിപ്രഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഡൗൺഫോൾ വരുന്ന സമയത്ത് നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെഗുലർ വർക്കിംഗ് ക്യാപിറ്റലിൽ തന്നെ റിസർവ് വെക്കുന്നു, റിസർവ് മാർജിൻ വെക്കുന്നു. ഓക്കെ, അപ്പം വർക്കിംഗ് ക്യാപിറ്റൽ പീരിയോഡിസിറ്റിയുടെ അടിസ്ഥാനത്തിൽ പെർമനന്റും വേരിയബിളും. അതിൽ പെർമനന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് അസറ്റിൽ എപ്പോഴും മിനിമം കീപ്പ് ചെയ്യേണ്ടതാണ് ഏത്? പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അതാണ് ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ. പെർമനന്റ് തന്നെ റെഗുലറും ഉണ്ട്, റിസർവ് മാർജിനും ഉണ്ട്. എപ്പോഴും നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് സാലറി കൊടുക്കാൻ, വേജസ് കൊടുക്കാൻ ഒക്കെ വേണ്ടുന്നതാണ് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ. ഈ റെഗുലർ വർക്കിംഗ് ക്യാപിറ്റലിനോടൊപ്പം എന്തെങ്കിലും കണ്ടിജൻസി സിറ്റുവേഷൻ വന്നാൽ നമുക്ക് അത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് റിസർവ് മാർജിൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, പെർമനന്റ് അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ അവിടെ കഴിഞ്ഞു. അതായത് പീരിയോഡിസിറ്റിയുടെ അടിസ്ഥാനത്തിൽ പെർമനന്റും വേരിയബിളും. അതിൽ പെർമനന്റ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു. അടുത്താണ് ഇത് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. വേരിയബിൾ അതിൻ്റെ പേരിലുണ്ട്, ചേഞ്ചിങ് ആണ് അല്ലേ. The term variable working capital refers that the level of working capital is temporary and fluctuating. Permanent working capital fixed ആയിരുന്നു അല്ലെ, പെർമനന്റ്ലി ലോക്ക്ഡ് അപ്പ് ഇൻ ദ കറണ്ട് അസറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നേച്ചർ എന്താണ്? ഫ്ലക്ച്വേറ്റിംഗ് നേച്ചർ ആണ്. ആ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും, ടെമ്പററി ആണ്. ഓക്കെ, ടെമ്പററി ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് നേച്ചർ ആണ്. വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ മേ ചേഞ്ച് ഫ്രം വൺ അസറ്റ് ടു അനദർ ആൻഡ് ചേഞ്ച് വിത്ത് ദ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ വോളിയം ഓഫ് ബിസിനസ്. ബിസിനസ്സിന് മാറുന്നതനുസരിച്ച്, ബിസിനസ് വോളിയം, ബിസിനസ് സെയിൽസ് വോളിയം ഒക്കെ മാറുന്നതനുസരിച്ച് എന്താണ് നമ്മുടെ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഒരു പ്രത്യേകത എന്താണ്? മേ ചേഞ്ച് ഫ്രം വൺ അസറ്റ് ടു അനദർ അല്ലെ, ഒരു അസറ്റിൽ നിന്ന് മറ്റൊരു അസറ്റ് വാങ്ങാനോ അങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. വേരിയബിൾ നീഡ് ആയിരിക്കും നമ്മുടെ നീഡ്. ഇപ്പൊ ബിസിനസിന്റെ വോളിയം മാറുന്നതനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ മേ ഓൾസോ ബി സബ് ഡിവൈഡഡ് ഇൻറ്റു
ടു ഗ്രൂപ്പ്സ്. ഈ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലിനെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടായിട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ? ഈ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ പെർമനന്റ് അല്ല. നമുക്ക് പുതിയ പുതിയ കറണ്ട് അസറ്റുകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒബ്ലിഗേഷൻസ് വന്നുകൊണ്ടേ ഇരിക്കുന്നു. അത് ഫ്ലക്ച്വേറ്റിംഗ് നേച്ചറാണ്. നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻസ് മാറുന്നതനുസരിച്ച് നമ്മുടെ നീഡും മാറിക്കൊണ്ടേയിരിക്കും, നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റും മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. ആ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? സീസണൽ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലും സ്പെഷ്യൽ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലും. ഓക്കെ, സീസണൽ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലും സ്പെഷ്യൽ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലും. ഓക്കെ, എന്താണ് സീസണൽ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ? നമുക്ക് സീസണൽ ഡിമാൻഡ്സ് ഒക്കെ വരും, അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണം അല്ലേ? നോക്കാം. സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ അഡീഷണൽ എമൗണ്ട് വിച്ച് ഈസ് റിക്വയർഡ് ഡ്യൂറിംഗ് ദ ആക്റ്റീവ് ബിസിനസ് സീസൺസ് ഓഫ് ദ ഇയർ. നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു, സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ ആ ഒരു റീ ഓപ്പണിംഗ് ടൈമിലൊക്കെ ബാഗ്, അംബ്രല്ല, റെയിൻകോട്ട്, അതിൻ്റെയൊക്കെ ഒരു ഡിമാൻഡ് എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും അല്ലേ? ആ ഒരു ടൈമിൽ ആ ഒരു എക്സ്പെക്റ്റേഷൻസ്, ഈ കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യണം? കൂടണം അല്ലേ? ഇപ്പോൾ സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അഡീഷണൽ എമൗണ്ട് ഓഫ് ഫണ്ട്. അധികം ഫണ്ട് വേണം, അധികം വർക്കിംഗ് ക്യാപിറ്റൽ വേണം നമ്മുടെ ബിസിനസ്സിന്. ആ ഒരു ബിസിനസ് അത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണം. റോ മെറ്റീരിയൽ ലൈക്ക് റോ കോട്ടൺ ഓർ ജൂട്ട് ഓർ ഷുഗർ കെയിൻ ആർ പർച്ചേസ്ഡ് ഇൻ പർട്ടിക്കുലർ സീസൺ. ഓക്കെ, അപ്പം എന്താണ് റോ മെറ്റീരിയൽസ്? എന്താണ് കോട്ടൺ, ജൂട്ട് അല്ലെങ്കിൽ ഷുഗർ കെയിൻ, ഇതൊക്കെ എന്താണ്? റോ മെറ്റീരിയൽസ് ആണ്. ഇങ്ങനെയുള്ള റോ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് വാങ്ങണം, പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മുടെ കയ്യിൽ സഫിഷ്യൻറ്റ് ഫണ്ട് വേണം. The industry has to borrow fund for short period. It is a particularly suited to a business. Okay, അപ്പം നമ്മുടെ കയ്യിൽ ഫണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ബോറോ ചെയ്യുന്നു. ഷോർട്ട് ടേം ബോറോവിങ്സ് ആകുമ്പോൾ അവിടെ ഒരു കറണ്ട് ലയബിലിറ്റി എന്ത് ചെയ്യുന്നു? എറേസ് ചെയ്യുന്നു. അപ്പം സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ, സീസണൽ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്നാൽ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും, അവിടെ ഫിക്സഡ് അല്ല. അവിടെ നമുക്കൊരു പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ നീഡ് അല്ല അവിടെ വരുന്നത്. നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ നീഡ് അവിടെ എന്താണ്? ചേഞ്ചിങ് ആണ്. സീസണൽ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ നീഡും ചേഞ്ച് ചെയ്യുന്നു. അടുത്തയാണ് സ്പെഷ്യൽ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ മേ ബി ഓൾസോ നീഡ് ടു പ്രൊവൈഡ് additional current asset to meet the unexpected event or special operations such as extensive marketing campaign or carrying out special job. എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നമുക്കൊരു എന്താണ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ഒക്കെ ചില സിറ്റുവേഷനിൽ ആവശ്യമായിട്ട് വരും. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ നീഡും കൂടുന്നു. ഓക്കെ, നമുക്ക് അഡീഷണൽ കറണ്ട് അസറ്റ് ആൾക്കാർ വാങ്ങണം, എന്താണ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? എക്സ്റ്റെൻസീവ് അല്ലേ, കൂടുതൽ ആൾക്കാരിലേക്ക് ഗുഡ്സ് ഒക്കെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ഒക്കെ നടത്തണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്നതാണ് ഇത് സ്പെഷ്യൽ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ സീസണൽ വേരിയബിളും സ്പെഷ്യൽ വേരിയബിളും. എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്ക് കൂടുതൽ സെയിൽസ് നടത്തണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് വരുന്നു? ആ ഒരു അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ഒക്കെ വരുന്നു. ആ ഒരു ടൈമിൽ നമുക്ക് വേണ്ടുന്നതാണ് ഏത്? സ്പെഷ്യൽ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. അതിനു മുന്നേ നമുക്ക് ഈ ഒരു ഡിഫറൻസ് ഒന്നും കൂടി ഒന്ന് പറയാം. പീരിയോഡിസിറ്റിയുടെ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. പീരിയോഡിസിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിനെ പെർമനന്റ് എന്നും വേരിയബിൾ എന്നും രണ്ടായിട്ട് തിരിക്കാം. ഓക്കെ, പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലേക്ക് ഫിക്സഡ് ആയിട്ട് വേണ്ടുന്നതാണ്. പെർമനന്റ്ലി നമ്മൾ അത്രയും കറണ്ട് അസറ്റിൽ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ആ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ തന്നെ രണ്ട് തരത്തിലുണ്ട് അല്ലേ? റെഗുലർ വർക്കിംഗ് ക്യാപിറ്റലും റിസർവ് മാർജിൻ വർക്കിംഗ് ക്യാപിറ്റലും. റെഗുലർ ആയിട്ട് കറണ്ട് അസറ്റ് വാങ്ങാനും ഷോർട്ട് ടൈം എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനും എപ്പോഴും റെഗുലർ ആയിട്ട്, അതായത് റെന്റ് കൊടുക്കാൻ, സാലറി കൊടുക്കാൻ, വേജസ് കൊടുക്കാൻ റെഗുലർ നമുക്ക് വേണ്ടുന്നതാണ് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ. ഈ റെഗുലർ വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്ന് ഒരു റിസർവ് കീപ്പ് ചെയ്യുന്നു. എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നാൽ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് റിസർവ് മാർജിൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പററി ആണ്, ഫ്ലക്ച്വേറ്റിംഗ് ആണ്. സീസണൽ ഡിമാൻഡ്സും കാര്യങ്ങളും അനുസരിച്ച് അതിന്റെ നേച്ചറും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് രണ്ട് രീതിയിലുണ്ട്. ഏതൊക്കെയാണ്? സീസണൽ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലും സ്പെഷ്യൽ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലും. അതായത് നമുക്ക് നോർമലി സീസണൽ വേരിയേഷൻ സമയത്ത് അത് ആ ഒരു
കാര്യം, ആ ഒരു എന്താണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു സീസണൽ വേരിയേഷൻ സമയത്ത് നമുക്ക് വേണ്ടുന്നതാണ്. ഫോർ എക്സാമ്പിൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനൊക്കെ നമുക്ക് വേണ്ടുന്നതാണ് സീസണൽ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. ഈ സ്പെഷ്യൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ അഡീഷണൽ, വീണ്ടും നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ വേണം, അഡീഷണൽ കറണ്ട് അസറ്റുകൾ വാങ്ങാൻ, അൺഎക്സ്പെക്റ്റഡ് ഇവന്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണം. അതാണ് സ്പെഷ്യൽ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ഇനി പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലും വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. The distinction between permanent or fixed working capital and variable working capital or temporary working capital is of great importance in operating cycle and raising the fund. ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഒക്കെ എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിനെ സംബന്ധിച്ചിടത്തോളം പെർമനന്റും വേരിയബിളും അല്ലെങ്കിൽ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റലും സീസണൽ അല്ലെങ്കിൽ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റലും തമ്മിൽ വളരെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ബിസിനസ്സിനും ഒരേ പെർമനന്റ് ക്യാപിറ്റലും ഒരേ വേരിയബിൾ ക്യാപിറ്റലും അല്ല വേണ്ടത്. ബിസിനസ്സിന് നേച്ചർ ആൻഡ് സൈസ് അനുസരിച്ച് അവർക്ക് വേണ്ടുന്ന പെർമനന്റ് ക്യാപിറ്റലിൻ്റെയും അതുപോലെ തന്നെ എന്താണ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെയും ചേഞ്ച് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. However, there is always a minimum level of current asset which is continuously required by a firm. ഒരു മിനിമം ലെവൽ ഓഫ് കറണ്ട് അസറ്റ് ഒരു ബിസിനസ്സിന് വേണം ഇല്ലേ, അതാണ് അതിന്റെ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു മിനിമം ലെവൽ ഓഫ് കറണ്ട് അസറ്റ് അവർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അതിന്റെ ബിസിനസ് ഓപ്പറേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, തടസ്സമില്ലാതെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ലെവൽ ഓഫ് കറണ്ട് അസറ്റ് എപ്പോഴും വേണം. ഈ ഒരു മിനിമം ലെവൽ ഓഫ് കറണ്ട് അസറ്റിനെയാണ് നമ്മൾ പെർമനന്റ് അല്ലെങ്കിൽ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് പെർമനന്റ് ഇൻ ദ സെയിം വേ ആസ് ദ ഫേംസ് ഫിക്സഡ് അസറ്റ്. ഒരു ഫേമിന്റെ ഫിക്സഡ് അസറ്റ് പോലെ തന്നെ എപ്പോഴും നമ്മൾ ആ കറണ്ട് അസറ്റിൽ ആ ഒരു മിനിമം ലെവൽ നമുക്ക് കീപ്പ് ചെയ്യണം. അതാണ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ. വേരിയബിൾ എന്താണ്? വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ബിസിനസ്സിൽ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും, സീസണൽ ഫ്ലക്ച്വേഷൻസും ഡിമാൻഡ്സും അനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ. നമ്മൾ ടൈപ്സ് ആണ് പഠിച്ചത്. ഓക്കെ, ഈ ഒരു സെഷനിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ് പഠിച്ചത്.